ജാഹിലിയ കാലഘട്ടത്തെക്കുറിച്ച് നമ്മൾ ഒരുപാട് സംസാരിക്കാറുണ്ട്. ആ കാലഘട്ടത്തിൽ നടന്ന കിരാതമായ ക്രൂരമായ കുറ്റകൃത്യങ്ങളെക്കുറിച്ചും ആ കാലഘട്ടത്തിൽ നിലവിലുണ്ടായിരുന്ന വളരെ മോശമായ സാഹചര്യങ്ങളെക്കുറിച്ചും പ്രവണതകളെക്കുറിച്ചുമെല്ലാം നമ്മൾ എഴുത്തിലൂടെയും വായനയിലൂടെയും പ്രസംഗങ്ങളിലൂടെയും എല്ലാം അറിയിച്ചവരാണ്. പക്ഷേ യഥാർത്ഥത്തിൽ ജാഹിലിയ കാലഘട്ടം നമുക്ക് നേരെയുള്ള ഒരു കണ്ണാടിയായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അത് നമ്മെ തന്നെ പ്രതിഫലിപ്പിക്കുന്നുണ്ടോ എന്നൊരു വേള നമ്മൾ ചിന്തിച്ചു പോകേണ്ട അവസ്ഥയിലേക്ക്, അത്രയും ദുരന്തപൂർണമായ ഒരു പരിതസ്ഥിതിയിലേക്ക് സമൂഹം അധപ്പതിച്ചുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം നമ്മളെല്ലാവരെയും അങ്ങേയറ്റം ഞെട്ടിക്കുകയും നാമെല്ലാം വളരെയധികം വേദനിക്കുകയും ചെയ്ത ഒരു വാർത്തയാണ് പ്രിയ സഹോദരൻ ജഷീറിൻ്റെ കൊലപാതകം. എന്തിനു വേണ്ടിയായിരുന്നു അത് എന്നതിന് കൊന്നവർക്കോ, എന്തിനു വേണ്ടിയാണ് തങ്ങളുടെ കുടുംബത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു അംഗം നഷ്ടപ്പെട്ടത് എന്ന് ആ കുടുംബങ്ങൾക്കോ ഇതുവരെ തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടില്ലാത്ത വളരെ ദുരന്തപൂർണമായ ഒരു അപകടം. അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിൻ്റെ ഖബറിടം വിശാലമാക്കി കൊടുക്കട്ടെ. അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനും അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്കും ഉമ്മക്കും മക്കൾക്കുമെല്ലാം അല്ലാഹു സമാധാനവും ശാന്തിയും നൽകുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, അർദ്ധരാത്രി കഴിഞ്ഞിട്ടും വീട്ടിലേക്ക് വരാമെന്ന് പറഞ്ഞ സ്വന്തം മകനെ കാണാത്തത് കൊണ്ട് 40 തവണയാണത്രേ ആ ഉമ്മ മോൻ്റെ ഫോണിലേക്ക് വിളിച്ചത് ആ രാത്രി. അവസാനം അപകടത്തിൻ്റെ സൂചന അറിഞ്ഞ പെങ്ങൾ ഉമ്മയോട് അദ്ദേഹത്തെ ചെറിയ എന്തോ ഒരു അസുഖം കാരണം ഹോസ്പിറ്റലിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്, രാവിലെ കാണാമെന്ന് പറഞ്ഞ് ആ മാതാവിനെ കിടത്തിയുറക്കി രാവിലെ എഴുന്നേൽക്കുമ്പോൾ വീണ്ടും അവർ ഇത് തന്നെയാണ് ചോദിക്കുന്നത്, എവിടെ എൻ്റെ മകൻ, അവൻ ഇതുവരെ വന്നില്ലേ? ആ സമയത്ത് ഇദ്ദേഹത്തിൻ്റെ മയ്യത്ത് മോർച്ചറിയിലായിരുന്നു. അദ്ദേഹം മരിച്ചു കഴിഞ്ഞിരുന്നു. അവസാനം 11 മണിയാകുമ്പോൾ ആ വീട്ടിലേക്ക് ആളുകൾ, കുടുംബക്കാരും ബന്ധുക്കളുമെല്ലാം വരാൻ തുടങ്ങുമ്പോഴാണ് ആ അപകടത്തെക്കുറിച്ച് സ്വന്തം ഉമ്മ അറിയുന്നത്. അങ്ങനെയാണ് നമുക്കൊക്കെ എന്തെങ്കിലും അത്യാഹിതം സംഭവിച്ചു പോയാൽ ഏറ്റവും അവസാനം അറിയുക നമ്മുടെ ഏറ്റവും വേണ്ടപ്പെട്ടവരായിരിക്കും, നമ്മുടെ ഏറ്റവും അടുത്തുള്ളവരായിരിക്കും ഏറ്റവും അവസാനമായി അതറിയുക. ഇദ്ദേഹത്തിൻ്റെ ഭാര്യയും മക്കളും അദ്ദേഹത്തിൻ്റെ മരണത്തെക്കുറിച്ച് അറിയുന്നത് വീട്ടിലെത്തി ആ വീട്ടിൻ്റെ ഉള്ളിൽ നിന്ന് ഉയർന്ന ഉമ്മയുടെയും പെങ്ങന്മാരുടെയും കുടുംബക്കാരുടെയും കൂട്ടക്കരച്ചിലൂടെയാണ്. ഈ സഹോദരൻ്റെ മരണത്തിൽ 2 പാഠങ്ങളാണ് നമുക്ക് പഠിക്കാനുള്ളത്. 2 പാഠങ്ങൾ. അതിലൊന്നാമത്തത്, എപ്പോഴാണ് എന്താണ് മനുഷ്യന് സംഭവിക്കാൻ പോകുന്നത് എന്ന് ആർക്കും അറിയില്ല, ആർക്കും പ്രവചിക്കാൻ കഴിയില്ല. നാളെ ആരാണ് നമുക്ക് നഷ്ടപ്പെടാൻ പോകുന്നത്? ഏത് പരിതസ്ഥിതിയിലേക്കാണ് നമ്മുടെ കുടുംബം വലിച്ചെറിയപ്പെടാൻ പോകുന്നത്? എന്ത് വിധിയാണ് അടുത്ത നിമിഷം എന്നെ കാത്തിരിക്കുന്നത്? ഞാൻ ഈ ഉണ്ടാക്കുന്ന സമ്പത്തുകളും സൗകര്യങ്ങളുമെല്ലാം അനുഭവിക്കാൻ ഇനി എത്ര ദിവസം എൻ്റെ മുന്നിൽ ബാക്കി കിടക്കുന്നു എന്ന് ആർക്കും അറിയില്ല, ആർക്കും പടച്ചോൻ പഠിപ്പിച്ചു കൊടുത്തിട്ടില്ല. വമാ തദ്രി നഫ്സും മാദാ തക്സിബു ഗദാ, നിനക്ക് നാളെ എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്ന് നിനക്ക് ഞാൻ പറഞ്ഞു തന്നിട്ടില്ല. അല്ലാഹുവിൻ്റെ വാക്കുകളാണ്. വമാ തദ്രി നഫ്സും ബിഅയ്യി അർദിൻ തമൂത്ത്, എവിടെ വെച്ചാണ് നീ മരിക്കാൻ പോകുന്നത്? നിന്റെ മരണം എവിടെ വെച്ചാണ് പിടികൂടാൻ പോകുന്നത്? പള്ളിയിൽ വെച്ചോ, അല്ലെങ്കിൽ അങ്ങാടിയിൽ വെച്ചോ, അല്ലെങ്കിൽ വാക്കുതർക്കത്തിനിടയിലോ, അല്ലെങ്കിൽ നീ ഒരിക്കലും ഇഷ്ടപ്പെടാത്ത സ്ഥലങ്ങളിൽ വെച്ചോ? എവിടെ വെച്ചാണ് നിന്റെ മരണം നിന്നെ പിടികൂടുക എന്നതും നിനക്ക് അറിയിച്ചു തന്നിട്ടില്ല. ഒന്നാമത്തെ പാഠം അതാണ്. രണ്ടാമത്തെ പാഠം, പ്രിയപ്പെട്ടവരെ, നശിച്ചുകൊണ്ടിരിക്കുന്ന യൗവനത്തെക്കുറിച്ച് നമ്മൾ ബോധവാന്മാരാകണം. ഒന്നുമല്ലാതായിക്കൊണ്ടിരിക്കുന്ന യുവാക്കളെ കുറിച്ച് നമ്മൾ ബോധവാന്മാരാകേണ്ടതുണ്ട്. കള്ളു കുടിച്ച്, കഞ്ചാവടിച്ച്, ലഹരി ഉപയോഗിച്ച്, ഡ്രഗ്സ് ഉപയോഗിച്ച്, മയക്കുമരുന്നുകൾ ഉപയോഗിച്ച് ഇത്തരത്തിൽ ഇരുകാലി ജന്തുക്കളായി മാറിയ വൃത്തികെട്ട മനുഷ്യരെ കൊണ്ട് എത്ര കുടുംബങ്ങൾ പെരുവഴിയിലായിട്ടുണ്ട്? എത്ര മാതാപിതാക്കൾ ഇന്നും കണ്ണുനീര് കുടിക്കുന്നുണ്ട്? എത്ര മക്കൾക്ക് സ്വന്തം പിതാക്കളെ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്? അതിനൊന്നും ഒരു കയ്യും കണക്കും ഇല്ല എന്നുള്ളതാണ്. ഡൽഹിയിൽ
ബസിന്റെ ഉള്ളിൽ വെച്ച് പീഡിപ്പിക്കപ്പെട്ട, അതിക്രൂരമായി കൊല ചെയ്യപ്പെട്ട പെൺകുട്ടിയുടെ ശരീരം പഠിച്ചപ്പോ അവളുടെ ആന്തരികാവയവങ്ങളിലേക്ക് കമ്പിയെടുത്ത് കുത്തിക്കേറിയ മനുഷ്യന് കേവലം 17 വയസ്സ് മാത്രമേ ഉള്ളൂ. പക്ഷേ അവന് മദ്യത്തിന്റെ കൂട്ടുണ്ടായിരുന്നു, ലഹരിയുടെ കൂട്ടുണ്ടായിരുന്നു എന്ന് ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് മാധ്യമങ്ങളിലൂടെ നമ്മൾ വായിച്ചതാണ്, അറിഞ്ഞതാണ്. എങ്ങോട്ടാണ് നമ്മുടെ സമൂഹം പോയിക്കൊണ്ടിരിക്കുന്നത്? നശിച്ചുകൊണ്ടിരിക്കുന്ന ഒരു യൗവനത്തെയാണ് മുന്നിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്, ഒന്നുമല്ലാതായിക്കൊണ്ടിരിക്കുന്ന. പ്രിയപ്പെട്ടവരെ, അതിൻ്റെ ഒന്നാമത്തെ പടി എന്താണെന്നറിയോ നിങ്ങൾ? മനുഷ്യൻ അല്ലാഹു ഒരു സംരക്ഷണ കവചം ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. നമ്മളെല്ലാവരും ഒരു സംരക്ഷണ കവചത്തിൻ്റെ ഉള്ളിലാണ്. ആ സംരക്ഷണ കവചം എന്ന് പറയുന്നത് ഈമാനും ബില്ലാഹ്, അല്ലാഹുവിലുള്ള വിശ്വാസമാണ്, പടച്ച റബ്ബിലുള്ള വിശ്വാസമാണ്. അല്ലാഹുവിലുള്ള വിശ്വാസം നഷ്ടപ്പെടുമ്പോൾ പ്രിയപ്പെട്ടവരെ, പിശാചിനും പ്രലോഭനങ്ങൾക്കും പ്രചോദനങ്ങൾക്കും ഏതു വഴിയിലും മനുഷ്യനെ കീഴ്പ്പെടുത്താൻ കഴിയും. എത്ര വലിയ വൃത്തികേടിലേക്കും മനുഷ്യൻ എടുത്തു ചാടും. ഒരു മടിയും അവനുണ്ടാവില്ല, ഒരു തടസ്സവും അവന്റെ മുന്നിൽ ഉണ്ടാവില്ല. പ്രിയപ്പെട്ടവരെ, നമ്മുടെ കണ്ണുകളെ നിയന്ത്രിക്കേണ്ടത് സമൂഹത്തെക്കുറിച്ചുള്ള പേടിയല്ല. നമ്മുടെ കാതുകളെ നിയന്ത്രിക്കേണ്ടത് സമൂഹത്തിനെ കുറിച്ചുള്ള പേടിയല്ല. നമ്മുടെ കൈകാലുകളെയും നമ്മുടെ നാവുകളെയും നമ്മുടെ ചിന്തകളെയും നിയന്ത്രിക്കേണ്ടത് സമൂഹത്തെക്കുറിച്ചുള്ള ഭയമല്ല, സ്വന്തം ഇമേജ് നഷ്ടപ്പെട്ടു പോകുമെന്ന ചിന്തയുമല്ല, മറിച്ച് അള്ളാഹുവിനെ കുറിച്ചുള്ള ഭയമാണ്, അള്ളാഹുവിനെ കുറിച്ചുള്ള ചിന്തയാണ്. ഞാൻ ഈ ചെയ്യുന്ന ഓരോ കാര്യങ്ങൾക്കും എൻ്റെ റബ്ബിന്റെ മുന്നിൽ കൃത്യമായി ഞാൻ മറുപടി പറയേണ്ടി വരും എന്ന ബോധമാണ് നമ്മെ തെറ്റിൽ നിന്ന് തടഞ്ഞു നിർത്തേണ്ടത്. ആ തടഞ്ഞു നിർത്തലിന് മാത്രമേ പ്രിയപ്പെട്ടവരെ ആയുസ് ഉണ്ടാവുകയുള്ളൂ. നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ആ കവചത്തെ, അത് ഇല്ലാതായിക്കൊണ്ടിരിക്കാൻ മതപരമായ എല്ലാ വിശ്വാസങ്ങളെയും ആചാരങ്ങളെയും അനുഷ്ഠാനങ്ങളെയും പഴഞ്ചനായി ചിത്രീകരിക്കുന്നു. ഇതാ ഇന്നലെ വരെ നമ്മൾ കണ്ടില്ലേ, പർദ്ദയിട്ട് കോളേജിലേക്ക് എത്തിയ ഏതാനും പെൺകുട്ടികൾ ഗേറ്റിന്റെ പുറത്ത് തടഞ്ഞിട്ട് അവരതിൻ്റെ ഉള്ളിൽ കയറാൻ സമ്മതിക്കാതെ തടഞ്ഞു വച്ചിരിക്കുകയാണ്. എന്താ കാരണം? മതത്തിന്റെ എല്ലാ നിഷ്ഠകളും. ഇപ്പോ അടുത്ത കാലത്ത് നമ്മൾ ഒരുപാട് കേൾക്കുന്ന ഒരു വാക്കാണ് സദാചാര പോലീസ്. എന്തായി? എവിടെ എത്തി? യുവാക്കളെ കയറൂരി വിടാനായിരുന്നു ഇത്രയും നാൾ മാധ്യമങ്ങൾ പടവെട്ടിയത്. അവർക്കവരുടെ സ്വാതന്ത്ര്യമില്ലേ? അവർക്കവരുടെ സ്വകാര്യതയില്ലേ? അവർക്കവരുടേതായ ആസ്വാദനങ്ങൾ കണ്ടെത്താനുള്ള അവകാശങ്ങളില്ലേ എന്ന വൃത്തികെട്ട വാദമുഖങ്ങൾ ഉന്നയിച്ചുകൊണ്ട് സദാചാരത്തെ കുറിച്ച് സംസാരിക്കുന്ന ചെറുപ്പക്കാരും ചെറുപ്പക്കാരികളും വഴിഞ്ഞാടുമ്പോ ഹൃദയം നൊന്ത്, മക്കളെ, നിങ്ങൾക്കൊരു മാതാപിതാക്കളുണ്ട്, കുടുംബമുണ്ട് നിങ്ങളെ കാത്തിരിക്കുന്ന എന്ന് പറയുന്ന നന്മയുടെയും സദാചാരത്തിന്റെയും പ്രതീകങ്ങളെ സദാചാര ഗുണ്ടകളെന്ന ഓമന പേര് വെച്ചു കൊടുത്ത് അവരെ സമൂഹത്തിലെ അപകടകാരികളായ ആളുകളാണെന്ന് ചാപ്പ കുത്തിക്കൊടുത്ത് ഈ യുവതി യുവാക്കളെ കയറൂരി വിട്ടതിന്റെ ഫലങ്ങളാണ്, അതിന്റെ തിക്തഫലമാണ് ഇന്ന് സമൂഹം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിവിടെ അവസാനിക്കാൻ പോകുന്നില്ല. ഇവർക്ക് കടിഞ്ഞാണിടാൻ എന്ന് സമൂഹം ശ്രമിക്കുന്നുവോ അന്ന് ജഷീറുകളുടെ എണ്ണം വർദ്ധിക്കും, അന്ന് കൊലപാതകങ്ങളുടെ എണ്ണം വർദ്ധിക്കും. ഇവരെ ഇങ്ങനെ കയറൂരി വിട്ടാൽ എന്താണ് സംഭവിക്കുക? അടുത്ത തലമുറ മുഴുവൻ ഒരു കെട്ടുപാടുമില്ലാത്ത, ഒരു ബോധവുമില്ലാത്ത, ലഹരിക്കടിമപ്പെട്ട് സമൂഹത്തിനും നാടിനും രാജ്യത്തിനും ശാപവും ഭാരവുമായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു വൃത്തികെട്ട യുവതലമുറയെ നമുക്ക് കണ്ടെത്താൻ കഴിയും. എന്ത് ചെയ്യും? പൈശാചികമായ സകല പ്രവണതകൾക്കും എല്ലാ വാതിലുകളും തുറന്നുകൊടുത്ത ലിബറലിസം, സ്വതന്ത്ര ചിന്ത, ആ ചിന്തയെ വേണം പ്രിയപ്പെട്ടവരെ നാം പഠിക്കാൻ. മതനിരാസത്തെക്കുറിച്ചും പരിശുദ്ധ ഖുർആൻ അല്ലാഹു പറഞ്ഞെന്താണ്? വഇദാ റഅയ്തല്ലദീന യഖൂദൂന ഫീ ആയാതിനാ ഫഅഅരിദ് അൻഹും ഹത്താ യഖൂദൂ ഫീ ഹദീസിൻ ഗൈരി وإما ينسينك الشيطان فلا تقعد بعد الذكرى مع القوم الظالمين. അല്ലാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളെ, അല്ലാഹുവിന്റെ ആയത്തുകളെ ഒരു വിഭാഗം ആളുകൾ പരിഹസിക്കുന്നത് നീ കണ്ടായേ, ഫലാ തഖഉദ് മഅഹും, അവരുടെ കൂടെ നീ ഇരിക്കരുത്, അവരുടെ സംസാരം നീ കേൾക്കരുത്, അവരെ നീ ശ്രമിക്കരുത്, അവരോട് നീ കൂട്ടുകൂടരുത്. വഇമ്മാ യുൻസിയന്നക الشيطان فلا تقعد بعد الذكرى
മഅൽ ഖൗമിദ് ളാലിമീൻ. ഇനി പിശാച് നിന്നെ മറപ്പിച്ചു കളഞ്ഞിട്ട് അല്പനേരം അവരുടെ കൂടെ ഇരിക്കേണ്ടി വന്നാൽ, അവരുടെ കൂടെ ചെലവഴിക്കേണ്ടി വന്നാൽ, ഫലാ തഖഉദു ബഅദ ദിക്റാ, ഓർമ്മ വന്നതിന് ശേഷം നീ ഒരിക്കലും അവരുടെ കൂടെ ഇരിക്കരുത്. ഫലാ തഖഉദു മഅൽ ഖൗമിദ് ളാലിമീൻ, നിന്റെ സാന്നിധ്യം അക്രമകാരികളായ ഒരു ജനതയുടെ കൂടെ ഒരിക്കലും ഉണ്ടാകരുത്. നമ്മുടെ യുവാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്, പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്, കൂട്ടുകൂടിക്കൊണ്ടിരിക്കുന്നത് ഇത്തരത്തിലുള്ള നിരീശ്വരവാദ പ്രസ്ഥാനങ്ങളുമായിട്ടാണ്. അവര് കുടുംബങ്ങൾ അറിയാതെ, മാതാപിതാക്കൾ അറിയാതെ, അധ്യാപകന്മാർ അറിയാതെ യുവ മനസ്സുകളിലേക്ക് നിരീശ്വരവാദത്തിന്റെ വിത്തുകൾ പാകിക്കൊണ്ടിരിക്കുന്നു, മതനിരാസത്തിന്റെ വിത്തുകൾ പാകിക്കൊണ്ടിരിക്കുന്നു. അവർ യുവാക്കൾക്ക് പറഞ്ഞു കൊടുക്കുന്നു, നിങ്ങൾ വീട്ടിൽ മാതാപിതാക്കളുടെ മുന്നിൽ നിസ്കരിക്കുക, നിങ്ങൾ കൃത്യമായി മതത്തിന്റെ ആളുകളായി ചമയുക, എന്നാൽ നിങ്ങളുടെ ഉള്ളിൽ ഒരിക്കലും അതുണ്ടാവരുത്, നിങ്ങളുടെ മനസ്സുകളിൽ ഒരിക്കലും അതുണ്ടാവരുത്. നിങ്ങൾ മനസ്സുകൊണ്ട് നിരീശ്വരവാദികളാവുക. എന്നിട്ട് നിങ്ങൾ നിങ്ങളുടെ വീട്ടുകാരെ പറ്റിക്കാൻ വേണ്ടി, അവരുടെ കണ്ണിൽ പൊടിയിടുന്നതിന് വേണ്ടി നിങ്ങൾ എന്ത് ചെയ്യുക? മതം ആചരിക്കുക എന്ന് പച്ചക്ക് യുവാക്കളെ പറഞ്ഞു പഠിപ്പിച്ചുകൊണ്ടിരിക്കാൻ. വല്ലാഹി പ്രിയപ്പെട്ടവരെ, വല്ലാഹി ഈ ഒരു സംരക്ഷണ കവചം നമ്മുടെ മക്കളുടെ ചുറ്റിൽ നിന്നും ഇല്ലാതായാൽ ഒരിക്കലും അവരെ സംരക്ഷിക്കാൻ നമുക്ക് കഴിയില്ല, ഒരിക്കലും അവരെ നന്നാക്കാൻ നമുക്ക് കഴിയില്ല. നശിച്ചുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ നമ്മുടെ മക്കളെ നന്നാക്കാൻ, തഖ്വയുള്ളവരാക്കാൻ, ഇത്തരത്തിലുള്ള കഴുകന്മാരുടെ കൈകളിൽ നിന്ന് നമ്മുടെ മക്കളെ രക്ഷിക്കാൻ എന്താണ് മാർഗം? പ്രധാനമായും 4 മാർഗങ്ങളാണുള്ളത്. ഒന്നാമത്തേത്, രക്ഷിതാക്കൾ ശ്രദ്ധിക്കേണ്ടതാണ്. നിങ്ങളുടെ മക്കൾക്ക് ഇണകളെ തെരഞ്ഞെടുത്ത് കൊടുക്കുമ്പോൾ ദീനുള്ള പെണ്ണിനെ തെരഞ്ഞെടുത്ത് കൊടുക്കണം, ദീനുള്ള ചെക്കനെ തെരഞ്ഞെടുത്ത് കൊടുക്കണം. അവിടെയാണ് നല്ലൊരു തലമുറയുടെ സൃഷ്ടി ഉണ്ടാവുന്നത്. അള്ളാഹുവിനെ കുറിച്ചുള്ള ബോധമുള്ള ഒരു പെണ്ണിനെ തിരഞ്ഞെടുക്കാവൂ. അവൾക്ക് സൗന്ദര്യമില്ലേ? സൗന്ദര്യം നിന്റെ മനസ്സിൽ തോന്നിപ്പിക്കേണ്ടത് പടച്ചോനാണ്. അവൾക്ക് സമ്പത്തില്ലേ? സമ്പത്ത് തരേണ്ടവൻ പടച്ചോനാണ്. അവൾക്ക് തറവാടിത്തമില്ലേ? ഇസ്സത്തും അഭിമാനവും നൽകേണ്ടത് പടച്ചോനാണ്. നീ അതൊക്കെ നോക്കിക്കോ, പ്രശ്നമില്ല. പക്ഷേ ഇതെല്ലാം ഉണ്ടായിട്ടും അള്ളാഹിനെ കുറിച്ചുള്ള പേടിയില്ലാത്തൊരു പെണ്ണ് നിന്റെ തലയിൽ ഭാരമായി വന്നു വീഴരുത്. ഇനി ഇതൊന്നുമില്ലെങ്കിലും അള്ളാഹുവിനെ കുറിച്ചുള്ള ഭയമുള്ള ഒരു പെണ്ണ് നിന്റെ ജീവിതത്തിലേക്ക് വന്നാൽ 2 കൈയും വിട്ട് സ്വീകരിക്കാൻ നിനക്ക് കഴിയണം. കാരണം എന്താണെന്നറിയോ? അവൾ പ്രസവിക്കുന്ന കുട്ടികൾക്ക് അവർ വളരുമ്പോ, ശൈശവത്തിലും ബാല്യത്തിലും അവരിങ്ങനെ സഞ്ചരിക്കുമ്പോ അവരുടെ ഹൃദയങ്ങളിലേക്ക് അള്ളാഹുവിനെ കുറിച്ചുള്ള ബോധമുണ്ടാക്കി കൊടുക്കാൻ, സ്വർഗത്തെ കുറിച്ചുള്ള ചിന്തയുണ്ടാക്കി കൊടുക്കാൻ, നരകത്തെ കുറിച്ചുള്ള പേടി ഉണ്ടാക്കി കൊടുക്കാൻ, നല്ലത് ഭക്ഷിക്കാൻ, നല്ലത് പറയാൻ, സത്യത്തിന്റെ കൂടെ നിൽക്കാൻ, ധർമ്മത്തിന്റെ പക്ഷത്ത് നിൽക്കാൻ, സദാചാരത്തിന്റെ പ്രതിനിധീകരിക്കാൻ എല്ലാം ഈ ഉമ്മ അവർക്ക് പറഞ്ഞു കൊടുക്കും. ആ ഉമ്മ പറയുന്നത് മാത്രമാണ് മക്കൾക്ക് ആപ്തവാക്യമെന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. പിതാക്കൾക്ക് പരിമിതിയുണ്ട്. അവർക്ക് ജോലി നോക്കണം, കുടുംബത്തിനെ പോറ്റാനുള്ള വകയുണ്ടാക്കണം. ആ സമയത്ത് ഒരു പക്ഷേ മക്കൾക്ക് നന്മ പറഞ്ഞു കൊടുക്കാനുള്ള അവസരമുണ്ടായി എന്ന് വരില്ല. വീടിന്റെ അകത്തളങ്ങളിൽ കുട്ടികൾ വളരുമ്പോൾ ആ കുട്ടികളുടെ വായിലേക്ക് ഭക്ഷണം വെച്ച് കൊടുക്കുമ്പോൾ അള്ളാഹിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കുന്നുണ്ടോ? സഹാബത്തിന്റെ ചരിത്രം വെറുതെ അവർ ഭക്ഷണം കഴിക്കാൻ പറഞ്ഞു കൊടുക്കല്ല. ഹൃദയത്തിന്റെ ഉള്ളിൽ നിന്ന് വരുന്നത് മാത്രമേ ഹൃദയത്തിലേക്ക് കടക്കൂ. തൊണ്ടന്റെ ഉള്ളിൽ നിന്ന് വരുന്നത് തൊണ്ടയിലേക്ക് മാത്രമേ പോവുള്ളൂ, തലച്ചോറിന്റെ ഉള്ളിലേക്ക് കിടക്കില്ല. ഹൃദയത്തിന്റെ ഉള്ളിൽ നിന്ന് ഒരു പെണ്ണ് ദീനിനെ കുറിച്ച് പറഞ്ഞു കൊടുത്താൽ അല്ലാഹു സുബ്ഹാനഹു വ തആല കേൾക്കുന്ന കുഞ്ഞു മനസ്സുകളുടെ ഹൃദയങ്ങളിലേക്ക് ആ വാക്കുകൾ ഇട്ടുകൊടുക്കും. ഒരുപക്ഷെ സാഹചര്യങ്ങൾ കൊണ്ട് അവർ വഴിതെറ്റിയാലും ജീവിതത്തിൽ എപ്പോഴെങ്കിലും ചെറുപ്പത്തിൽ ആ ഉമ്മയുടെ നാവിൽ നിന്ന് ലഭിച്ച ആ തീപ്പൊരികളുണ്ടല്ലോ, ആ കനലുകൾ എപ്പോഴെങ്കിലും ആളിക്കത്തും. അവര് നന്നാവും, അവര് തിരിച്ചു വരും. ഒന്നാമതായി ശ്രദ്ധിക്കേണ്ടത് അതാണ്. ദീനുള്ള കുടുംബങ്ങളിൽ നിന്ന് മാത്രം കല്യാണം കഴിക്കുക, അങ്ങനെ മാത്രം നമ്മുടെ മക്കൾക്ക് തിരഞ്ഞെടുത്തു കൊടുക്കുക. രണ്ടാമത്, വളരെ പ്രധാനപ്പെട്ടത് പ്രിയപ്പെട്ടവരെ, ദുആ ചെയ്യുക. നമ്മൾ എന്തൊക്കെ ചെയ്തിട്ടും കാര്യമില്ല ഈ ഒരു വിഷയമില്ലെങ്കിൽ. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു നമുക്ക് പറഞ്ഞു തരുന്ന പ്രാർത്ഥനയിൽ എന്താണ്? റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയാതിനാ ഖുർറത അയുൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമാ. ഞങ്ങളുടെ രക്ഷിതാവേ, ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയാതിനാ, ഞങ്ങളുടെ ഇണകളിൽ നിന്നും ഞങ്ങളുടെ സന്താനങ്ങളിൽ നിന്നും നീ ഞങ്ങൾക്ക് നൽകണമേ. ഖുർറത അയുനിൻ, കൺകുളിർമ
നൽകണേ നാഥ. സന്തോഷമുണ്ടാക്കുന്ന വാക്കുകൾ മാത്രം അവരിൽ നിന്ന് നീ ഞങ്ങളെ കേൾപ്പിക്കണേ റബ്ബേ. ഈ ദുനിയാവിലും ആഖിറത്തിലും അഭിമാനത്തിന് വക നൽകുന്ന വർത്തമാനം മാത്രം അവരെ കുറിച്ച് നീ ഞങ്ങളെ കേൾപ്പിക്കണേ നാഥ. വജഅൽനാ ലിൽമുത്തഖീന ഇമാമാ. സൂക്ഷ്മത പാലിക്കുന്ന ഒരു ജനതക്ക് നേതൃത്വമാക്കി ഞങ്ങളെ നീ മാറ്റുകയും ചെയ്യണേ നാഥ. ഇത് ഖുർആൻ പഠിപ്പിച്ച ദുആയാണ്. ഇത് ദുആ ചെയ്യാത്ത ഒരു ദിവസം പോലും പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതത്തിൽ കടന്നു പോകാൻ പാടില്ല. ഒരു ദിവസം പോലും. എങ്ങനെ വെറുതെ വായോണ്ട് ദുആ ചെയ്യില്ല, ഹൃദയത്തിന്റെ അടിത്തട്ടിൽ നിന്ന് ഈ ദുആ ഉതിർന്നു വീഴാത്ത ഒരു ദിവസം പോലും നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഉണ്ടാവാൻ പാടില്ല. മൂന്നാമത്തെ വളരെ പ്രധാനപ്പെട്ടത്, കുട്ടികൾക്ക് 15ഉം 16ഉം വയസ്സ് കഴിഞ്ഞ് അവരിങ്ങനെ 9 മണിക്കും 10 മണിക്കും 11 മണിക്കൊക്കെ വീട്ടിലേക്ക് കയറി വരുമ്പോഴല്ല അവരെ ശകാരിക്കേണ്ടത്. 5ഉം 6ഉം വയസ്സുണ്ടാകുമ്പോ നിങ്ങളുടെ സംസാരം അവർ തിരിച്ചറിയാൻ തുടങ്ങുന്ന ഒരു സമയമുണ്ട്. ലോകത്തിന്റെ അവർ കാണുന്ന കാഴ്ചകളെ കുറിച്ചും കേൾക്കുന്ന കേൾവികളെ കുറിച്ചെല്ലാം 1000 സംശയങ്ങൾ നിങ്ങളോട് ചോദിക്കുന്ന ഒരു സമയമുണ്ട്. ഉപ്പ ഇതെന്താണ്, ഉപ്പ അതെന്താണ്, അതെന്താണ് ഇങ്ങനെ, അതെന്താണ് ഇങ്ങനെ. ആ സമയത്ത് അവർക്ക് പറഞ്ഞു കൊടുക്കണം, അവർക്ക് ശിക്ഷണം നൽകണം. 10 വയസ്സുള്ളൊരു കുട്ടി നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ പള്ളിയിലേക്ക് നിങ്ങൾ വരുമ്പോ വീട്ടിൽ നിന്നാണെങ്കിൽ ആ കുട്ടിയുടെ കൈ നിങ്ങളുടെ കയ്യിൽ ഉണ്ടായിരിക്കണം. അത് സുബ്ഹ് നമസ്കാരത്തിലാണെങ്കിലും. അതല്ല, ചെറിയ കുട്ടിയല്ലേ, തണുപ്പല്ലേ, അവൻ ഉറങ്ങിക്കോട്ടെ എന്നാണ് നിങ്ങൾ വിചാരിക്കുന്നതെങ്കിൽ അവനെ നിങ്ങൾ കിടത്തിയിരിക്കുന്നത് മുള്ളിന്റെ മുനയിലാണ്, അല്ലെങ്കിൽ അഗ്നിശയ്യയിലാണ്, തീ കത്തുന്ന ഒരു അടുപ്പിന്റെ മുകളിലാണ് അവനെ നിങ്ങൾ കിടത്തിയിരിക്കുന്നത്. അവനെ ശൈത്താൻ പിടിക്കും, അവനെ ഇബ്ലീസ് പിടിക്കും, അവൻ തെറ്റിലേക്ക് പോകാനുള്ള സാധ്യതയും കൂടുതലാണ്. നിങ്ങളുടെ കൈ പിടിച്ച് അവൻ പള്ളിയിലേക്ക് വരട്ടെ. 5 വക്തും അവൻ പള്ളിയിലേക്ക് വരട്ടെ. എല്ലാ വക്തും അവൻ നിങ്ങളുടെ കൂടെ നിന്ന് നമസ്കരിക്കട്ടെ. വീട്ടിൽ നിന്ന് സുന്നത്ത് റസൂൽ പഠിപ്പിച്ചെന്തിനാണ്? ചെറിയ കുട്ടികളെ കാണുന്നതിന് വേണ്ടിയാണ്. നമ്മൾ സ്ഥിരമായി വീട്ടിൽ നിസ്കരിച്ചാൽ കുട്ടികൾ നമ്മുടെ അടുത്ത് വന്ന് കൈകെട്ടും. 5ഉം 6ഉം വയസ്സുള്ള കുട്ടികൾ അവർ ആ സമയത്ത് കാണുന്നതാണ് പ്രിയപ്പെട്ടവരുടെ വ്യക്തിത്വം, അവരുടെ പേഴ്സണാലിറ്റി. ആ സമയത്ത് എന്താ കാണിച്ചു കൊടുക്കുക? യുദ്ധം ചെയ്യുന്ന ഗെയിമുകൾ, പരസ്പരം കൊല്ലുന്ന കാർട്ടൂണുകൾ, പരസ്പരം തമ്മിത്തല്ലുന്നത്. ഇത് കണ്ടു വളരുന്ന കുട്ടികൾക്ക് നിരപരാധിയായ ഒരു മനുഷ്യന്റെ ശ്വാസകോശത്തിനകത്തേക്ക് കത്തിയെടുത്ത് കുത്തിയിറക്കാൻ ഒരു മനസ്സങ്കോചം ഉണ്ടാവില്ല. മനുഷ്യനെ പച്ചക്ക് കൊന്നു തള്ളാൻ ഒരു ഹൃദയത്തിനൊരു മടിയുണ്ടാവില്ല. ഇന്ന് അതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ മക്കളൊന്ന് ഭക്ഷണം കഴിക്കാൻ ഫോൺ ഇതാ കൈ കൊടുത്തു. ചെറിയ കുട്ടികൾക്ക് 3ഉം 4ഉം വയസ്സുള്ള കുട്ടികൾക്ക് അറിയാം യൂട്യൂബ് എങ്ങനെ എടുക്കണം, ലോക്ക് എങ്ങനെ അൺലോക്ക് ചെയ്യണം, എന്തൊക്കെ കാണണം. ഈ അടുത്ത് ഒരു വീട്ടിലേക്ക് 2 ലക്ഷം രൂപന്റെ സാധനങ്ങളാണ് എത്തിയത്. ഒരു ചെറിയ കുട്ടിയെടുത്ത് ഓർഡർ ചെയ്തിട്ട്. കുട്ടികൾക്ക് ഇങ്ങനെ എത്ര പറഞ്ഞാലും ഉമ്മമാർക്കത് മനസ്സിലാവില്ല. അവരുടെ സൗകര്യത്തിന് വേണ്ടി, അടുക്കള പണി തീർക്കുന്നതിന് വേണ്ടി ഇതില്ലാത്തൊരു കാലഘട്ടത്തിൽ അമ്മിയിലരച്ചിട്ട് പത്തിരി ഉണ്ടാക്കിയിട്ടില്ലേ ഉമ്മമാർ? ഇതില്ലാത്തൊരു കാലഘട്ടത്തിൽ കല്ലിൽ വെച്ച് തിരുമ്പിയിട്ട് ജീവിച്ചിട്ടില്ലേ ഉമ്മമാർ? അവരും മക്കളെ വളർത്തിയിട്ടില്ലേ? ഇതിപ്പോ ഇതിങ്ങനെ കൊടുക്കുക. അതിൻ്റെ ഉള്ളിൽ കുട്ടികൾ എന്താണ് കാണുന്നത്, ഏത് സൈറ്റുകളിലേക്കാണ് കയറുന്നത്, എന്തൊക്കെയാണ് അവർ പഠിച്ചു വെക്കുന്നത്, ഒരു ഐഡിയയും മാതാപിതാക്കൾക്കില്ല. പ്രിയപ്പെട്ടവരെ, ആ കുട്ടികളെ ആ വയസ്സിലാണ് പഠിപ്പിക്കേണ്ടത്. മര്യാദ പഠിപ്പിക്കേണ്ടത്, ദീന് പഠിപ്പിക്കേണ്ടത്, പടച്ചോനെക്കുറിച്ചും സ്വർഗത്തെക്കുറിച്ചും നരകത്തെക്കുറിച്ചുമുള്ള അവബോധം അവരുടെ ഹൃദയത്തിൽ ഉണ്ടാക്കേണ്ടത് ഈ വയസ്സിലാണ്. 15ഉം 16ഉം 17ഉം വയസ്സായിട്ട് ഏതെങ്കിലും സമയത്ത് അവനിങ്ങോട്ട് കയറി വരുമ്പോൾ എവിടെയാണോ നീ പോയത് എന്ന് പറയുമ്പോൾ അത് ചോദിക്കേണ്ട ആവശ്യം നിങ്ങൾക്കില്ല. എനിക്ക് എൻ്റെ സ്വാതന്ത്ര്യം ഉണ്ട് എന്ന് അവൻ തിരിച്ചു പറയും. അതിന് വലിയ അത്ഭുതമൊന്നുമില്ല. നിങ്ങൾ അവനെ പഠിപ്പിച്ചത് അതാണ്. നിങ്ങൾ അവനെ കൊടുത്തയച്ചതും അത്തരത്തിലുള്ള കൂട്ടുകെട്ടിലേക്കാണ്. 4ാമതായും വളരെ പ്രധാനമായും സൂക്ഷിക്കേണ്ടത് പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ മക്കളുടെ ബെസ്റ്റ് ഫ്രണ്ട്സ് ആരൊക്കെയാണ് നിങ്ങൾ കൃത്യമായി അറിയണം. ആരോടാണ് നിങ്ങളുടെ മക്കൾ കൂട്ടുകൂടുന്നത്? കാരണം ഇന്ന് വലിയ മയക്കുമരുന്ന് മാഫിയകളുടെ തലപ്പത്ത് നിൽക്കുന്ന സകല ആളുകളും ഒരാൾ പോലും ഒഴിയാതെ എൻ്റെ വാക്കുകൾ നിങ്ങൾ ഇവിടെ എഴുതി വെച്ചോ, ഒരാൾ പോലും ഒഴിയാതെ ഇന്ന് മയക്കുമരുന്ന് മാഫിയകളുടെ മേൽത്തട്ടിലിരിക്കുന്ന സകല മനുഷ്യരും അവിടേക്ക് എത്തിയത്, അവരെ അവിടേക്ക് പിച്ചവെച്ച് നടത്തിച്ചു കൊണ്ടുപോയത് അവരുടെ കൂട്ടുകാരാണ്, അവരുടെ ബെസ്റ്റ് ഫ്രണ്ട്സാണ്, ഉറ്റ ചങ്ങാതിമാരാണ്. അവരുടെ ചുണ്ടുകളിലേക്ക് എരിയുന്ന സിഗരറ്റിന്റെ കൊള്ളികൾ ആദ്യമായി വെച്ചു കൊടുത്തത് അവരാണ്. ആ സിഗരറ്റിന്റെ അകത്തേക്ക് മാരകമായ വസ്തുക്കൾ തിരികെ കയറ്റി കൊടുത്തതും അവരാണ്. ഇത്തരത്തിലുള്ള മയക്കുമരുന്ന് മാഫിയകളുടെ കണ്ണികളിലേക്ക് അവരെ ബന്ധപ്പെടുത്തിയതും അവരുടെ കൂട്ടുകാരാണ്. സമൂഹത്തിനോ
രാഷ്ട്രീയ പാർട്ടികൾക്കോ ഭരണാധികാരികൾക്കോ ഉദ്യോഗസ്ഥന്മാർക്ക് പോലും നിയന്ത്രിക്കാനാവാത്ത വിധത്തിൽ എത്ര വലിയ ക്രിമിനൽ കുറ്റങ്ങൾക്ക് പിടിക്കപ്പെട്ടാലും ലക്ഷങ്ങളും കോടികളും വാരിയെറിഞ്ഞ് അവനെ ജയിലറകളിൽ നിന്ന് നിയമത്തിന്റെ എല്ലാ സാധ്യതകളിൽ നിന്നും മൂരിക്കൊണ്ടുവരാൻ മാത്രം വളർന്നു വലുതായ വലിയ ഡോണുകളെ വരെ സൃഷ്ടിച്ചത് പ്രിയപ്പെട്ടവരെ അവരുടെ ഉറ്റ ചങ്ങാതിമാരാണ്. അതുകൊണ്ട് നിങ്ങളുടെ മക്കളുടെ ചങ്ങാതിമാർ ആരാണെന്ന് കൃത്യമായ അവബോധം നിങ്ങൾക്ക് ഉണ്ടാവണം. അതിനെന്താ ചെയ്യേണ്ടത്? കൂട്ടുകൂടുന്ന ഒരു പ്രായമുണ്ട്, 12-13 വയസ്സായി കഴിഞ്ഞാൽ അപ്പോഴാണ് കൂട്ടുകൂടുക. ആ സമയത്ത് അവരുടെ കോണ്ടാക്ട് ആരൊക്കെയാണ്, ആരോടാണ് അവർ കൂടുതൽ സംസാരിക്കുന്നത്, ആരോടാണ് അവർ അതറിയണം. അവരുമായി ഒരു ബന്ധം നിങ്ങൾ ഉണ്ടാക്കിയെടുക്കണം. അല്ലെങ്കിൽ നിങ്ങളുടെ മക്കൾ നശിച്ചു പോകും. നരകവാസികൾ പറയുന്ന വാക്കെന്താ? യാ വൈലതാ ലൈതനി ലം അത്തഖിദ് ഫുലാനൻ ഖലീല ലഖദ് അദല്ലനി അനി ദിക്രി ബഅദ ഇദ് ജാഅനി. പടച്ചോനെ, ഈ വൃത്തികെട്ടവനെ ഞാൻ എൻ്റെ കൂട്ടുകാരനായി സ്വീകരിച്ചില്ലായിരുന്നെങ്കിൽ ഒരുപക്ഷെ ഞാൻ രക്ഷപ്പെട്ടു പോയേനെ. ലഖദ് അദല്ലനി അനി ദിക്രി ബഅദ ഇദ് ജാഅനി. ഇവനാണ് എന്നെ വഴിതെറ്റിച്ചത്. എനിക്ക് നേർമാർഗം വന്നെത്തിയതിനു ശേഷവും ഇവൻ എന്നെ വഴിതെറ്റിച്ചു എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ നരകവാസികൾ പറയുമെന്ന് പറഞ്ഞു വളരെ വ്യക്തമായി നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. നിങ്ങളുടെ മക്കളെ നരകത്തിലേക്ക് കൈപിടിച്ച് നടത്തുന്നത് അവന്റെ കൂട്ടുകാരാണ്. നിങ്ങളുടെ മക്കളെ സ്വർഗത്തിലേക്ക് കൈപിടിച്ച് നടത്തുന്നതും അവരുടെ കൂട്ടുകാർ തന്നെയാണ്. നല്ല കൂട്ടുകെട്ട് മക്കൾക്ക് ഉണ്ടാക്കി കൊടുക്കണം. നന്മ പറഞ്ഞു കൊടുക്കുന്ന, പള്ളിയിലേക്ക് കൂട്ടിക്കൊണ്ടുവരുന്ന, സിഗരറ്റിന്റെ കുറ്റികൾ അവരുടെ ചുണ്ടുകളിൽ നിന്ന് പറിച്ചെടുത്ത് വേസ്റ്റിലേക്ക് വലിച്ചെറിയുന്ന ധാർമ്മിക ബോധം അവർക്ക് ഉണ്ടാക്കി കൊടുക്കുന്ന, സംസ്കാര സമ്പന്നരായി അവരെ ചേർത്ത് പിടിക്കുന്ന ഒരു കൂട്ടുകെട്ട് അവർക്കുണ്ടാക്കി കൊടുക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞാൽ പ്രിയപ്പെട്ടവരെ, ജഷീറുകൾ ഒരിക്കലും സമൂഹത്തിൽ ആവർത്തിക്കില്ല. അല്ലെങ്കിൽ ഇന്ന് കൊല്ലത്തിൽ ഒരിക്കലാണ് നമുക്ക് അങ്ങനെ ഒരു വാർത്ത കേൾക്കേണ്ടി വരുന്നതെങ്കിൽ ഓരോ ദിവസവും അനേകം ഇതുപോലെയുള്ള വാർത്തകൾ കേൾക്കേണ്ടി വരുന്ന ഒരു പരിതസ്ഥിതിയിലേക്ക് നമ്മുടെ സമൂഹം നശിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ആർക്കും നിയന്ത്രിക്കാൻ പറ്റാത്ത അവസ്ഥ. പോലീസുകാർക്ക് നിയന്ത്രിക്കാൻ പറ്റുന്നില്ല, രാഷ്ട്രീയ പാർട്ടികൾക്ക് നിയന്ത്രിക്കാൻ പറ്റുന്നില്ല, ഭരണകൂടങ്ങൾക്ക് നിയന്ത്രിക്കാൻ പറ്റുന്നില്ല, നാട്ടുകാർക്ക് നിയന്ത്രിക്കാൻ പറ്റുന്നില്ല. നാട്ടുകാരെ സംഘടിച്ച് ഇവരൊന്ന് ഒതുക്കാൻ തീരുമാനിച്ചാൽ ഇവർ നാട്ടുകാരെ ഒതുക്കാൻ, നിയമം ഇവരെ കൊടുക്കാൻ വിചാരിച്ചാൽ, ഇവരൊന്ന് ഒതുക്കാൻ വിചാരിച്ചാൽ നിയമത്തിന് മുകളിലേക്ക് ഇവർ പറന്നു കളിക്കാൻ, രാഷ്ട്രീയ പാർട്ടികൾ ഇവരെ ഒതുക്കാൻ തീരുമാനിച്ചാൽ ആ രാഷ്ട്രീയ പാർട്ടികൾക്ക് ഫണ്ട് നൽകുന്നതും അവരുടെ പിറകിൽ നിന്ന് ചങ്ങല വലിക്കുന്നതും ഇതിന്റെ തലപ്പത്തുള്ള ആളുകളാണ്. പിന്നെ എന്താണ് ഇതിനൊരു ഒരു മോചനമാർഗം? എങ്ങനെയാണ് ഇതിൽ നിന്ന് സമൂഹത്തെ മോചിപ്പിക്കുക? ഒറ്റ വഴി മാത്രമേ ഉള്ളൂ, വളരുന്ന കുട്ടികളെ നന്നാക്കുക, അടുത്ത തലമുറയെ മാനസികമായി ഇതിൽ നിന്ന് രക്ഷിക്കുക. അതല്ലാതെ മറ്റൊരു വഴിയും നമ്മുടെ മുന്നിലില്ല പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് നമ്മളാൽ കഴിയുന്നത് നമ്മൾ ചെയ്യുക. നമ്മളാൽ കഴിയുന്നത് നമ്മുടെ കുടുംബത്തിൻ്റെ ഉള്ളിലാണ്, നമ്മുടെ മക്കളോടാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നശിച്ചുകൊണ്ടിരിക്കുന്ന ഈ യൗവനത്തെ ഏറ്റവും നല്ല രീതിയിൽ ആക്കി തീർക്കുമാറാകട്ടെ. മുസ്ലിം ഉമ്മത്തിലെ ചെറുപ്പക്കാരെയും ചെറുപ്പക്കാരികളെയും റബ്ബ് സുബ്ഹാനഹു വ തആല ശുദ്ധീകരിക്കുമാറാകട്ടെ. അവർക്ക് നേർവഴിയും ധാർമ്മിക ബോധവും അവരുടെ ഹൃദയത്തിൽ പടച്ചോൻ ഇട്ടുകൊടുക്കുമാറാകട്ടെ. വനസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വഅൻ ജമീഇൽ മുസ്ലിമീന അജ്മഈൻ വനസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹ് الصلاة والسلام على رسول الله وعلى آله وأصحابه أجمعين أما بعد يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. ഒരിക്കൽ കൂടി അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് സ്വന്തത്തോടും നിങ്ങളോടും വസിയത്ത് ചെയ്യുകയാണ്. പ്രിയപ്പെട്ടവരെ, 3 വഴിയിലൂടെയാണ് പ്രധാനമായും യുവത്വം എന്ന് നശിച്ചുകൊണ്ടിരിക്കുന്നത്. അതിലൊന്നാമത്തെ വഴി എന്താ അറിയോ? അഹങ്കാരമാണ്. തികഞ്ഞ അഹങ്കാരമാണ്. ആ അഹങ്കാരം അവർക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നത് സിനിമകളും മീഡിയകളുമാണ്. നിങ്ങൾ റോഡിലൊക്കെ കണ്ടിട്ടില്ലേ, ബൈക്കും കൊണ്ട് കസറത്ത് കളിച്ച് പോവാണ്. എങ്ങനെയാണ് പടച്ചോൻ ഇങ്ങനെ ഇറങ്ങി വന്നിട്ട്, മലക്കുൽ മൗത്ത് ഇറങ്ങി വന്നിട്ട് നീ എന്തും ചെയ്തോ, ഞാൻ നിന്റെ റൂഹ് പിടിക്കൂല എന്നോൻ ഉറപ്പ് കൊടുത്തതുപോലെയാണ് റോട്ടിലൂടെ ഇങ്ങനെ പരക്കം പായുന്നത്. ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് നമ്മുടെ അടുത്ത പ്രദേശത്ത് 3 കുട്ടികൾ ബൈക്കിൽ ഇങ്ങനെ ചീറിപ്പാഞ്ഞു. അവസാനം നിയന്ത്രണം വിട്ടു. അതിലൊരു കുട്ടിയുടെ തലയുടെ മുകളിലൂടെ നാഷണൽ പെർമിറ്റ് ലോറിയുടെ ടയർ കയറി ഇറങ്ങി. എന്നിട്ട് റോഡിൽ നിന്നിങ്ങനെ വടിച്ചിട്ടാണ് തലച്ചോറിങ്ങനെ എടുത്തത്. അത് കണ്ടു നിൽക്കുകയാണ് മനുഷ്യന്മാർ. ഇത് കണ്ടു നിൽക്കുന്ന കുറേ ചെറുപ്പക്കാർ വേറെയുണ്ട്, യുവാക്കൾ വേറെയുണ്ട്. ഇത് അവരുടെ കണ്ണ് തുറപ്പിക്കോ? ഇല്ല. വീണ്ടും ഇതേ പോക്ക് പോവും. 3 ആളെയും കയറ്റിപ്പോവും, 4 ആളെയും കയറ്റിപ്പോവും. ഉള്ളിലൊരു അഹന്തയാണ്, എനിക്കൊന്നും സംഭവിക്കൂല. എന്നെ തകർക്കാൻ ആരാണ്?
എന്നെ പിടിക്കാൻ ആരാണ്, എന്നെ നിയന്ത്രിക്കാൻ ആരാണ് എന്ന ചിന്തയാണ്. ഇനി ആരെങ്കിലും ഉപദേശിച്ചു കൊടുത്താലോ, നീ നിന്റെ കാര്യം നോക്കിയാൽ മതി കേട്ടോ, നീ എൻ്റെ കാര്യത്തിൽ ഇടപെടാൻ വരണ്ട, എൻ്റെ കാര്യം നോക്കാൻ എനിക്കറിയാം എന്ന ചിന്തയും എന്ന മറുപടിയുമായിരിക്കും ആൺകുട്ടികളിൽ നിന്ന് പലപ്പോഴും നമുക്ക് ലഭിക്കുക. എത്ര നല്ല ഉപദേശങ്ങൾ നൽകിയാലും ആ ഉപദേശങ്ങളെ അഹങ്കാരത്തിൻ്റെ വാക്കുകൾ കൊണ്ടാണ് 80% വരുന്ന ചെറുപ്പക്കാരും ഉപദേശമാണ് ഏറ്റവും വെറുപ്പുള്ളത്. ഒരാൾ നല്ലത് പറഞ്ഞു കൊടുത്താൽ അതിനേക്കാൾ വെറുപ്പുള്ളൊരു വിഷയം അവന് വേറൊന്നുമില്ല, അഹങ്കാരമാണ്. ആ അഹങ്കാരത്തിൻ്റെ പരിണിതഫലമാണ് പ്രിയപ്പെട്ടവർ. ഒരാൾ ഒരു കുറച്ച് 40 50 വയസ്സുള്ള ഒരാൾ വണ്ടി എടുത്ത് പോകുമ്പോൾ അവിടെ നേർക്കുനേരെ പോയിക്കൂടെ, ശരിക്കും പോയിക്കൂടെ എന്ന് ചോദിച്ചാൽ ഓനോൻ്റെ ഈഗോ അങ്ങോട്ട് പുറത്തു വന്ന്, നീ ആരാ ചോദിക്കാൻ, നീ മര്യാദയ്ക്ക് പോയിക്കോ, നീ നിന്റെ പണി നോക്കി പോയിക്കോ, ഉപദേശിക്കാൻ നിൽക്കണ്ട, വിട്ടോ വണ്ടി എന്ന് പറയും. ഇതിപ്പോൾ അവസാനം നടന്ന കൊലപാതകവും അങ്ങനെ ഓരോ സംസാരത്തിൽ നിന്നുണ്ടായതാണല്ലോ. അങ്ങനെ എത്ര പ്രശ്നങ്ങൾ നമ്മുടെ നാട്ടിൽ നടക്കുന്നു. അഹങ്കാരികളായി മാറിക്കൊണ്ടിരിക്കുന്നു. പെൺകുട്ടികൾ വേറെ രീതിയിൽ, കുടുംബത്തിൽ നിന്ന് എന്തെങ്കിലും പറഞ്ഞാൽ എനിക്ക് എൻ്റെതായ സ്വാതന്ത്ര്യമുണ്ട്, എനിക്ക് എൻ്റെതായ അവകാശമുണ്ട്, പെണ്ണെന്നും വീട്ടിൽ അടങ്ങിയിരിക്കേണ്ടവളൊന്നുമല്ല, അവൾക്ക് ഓളതായ ഇഷ്ടങ്ങളുണ്ട് എന്ന് പറഞ്ഞിട്ട് കുടുംബക്കാരോട് തട്ടിക്കയറുക. എന്നിട്ട് ഇഷ്ടമുള്ള ആളുകളുടെ കൂടെ ഇന്നലെയോ മെനയാന്നോ കണ്ട, അല്ലെങ്കിൽ 1 വർഷം മുമ്പ് മാത്രം പരിചയമുള്ള കാമുകന്മാരുടെ കൂടെ ഇറങ്ങിപ്പോവുക. കണ്ണിന്ന് ചോരയാണ് പല മാതാപിതാക്കളും പൊഴിക്കുന്നത്, ചോര. അത് കണ്ടിട്ട് പോലും അലിവില്ലാതെ സ്വന്തം ജീവിതത്തിന്റെ സുഖങ്ങൾ തേടിപ്പോവുക. അവസാനം ജീവിതം മുഴുവൻ നശിച്ചു കഴിയുമ്പോൾ തിരിച്ചു വരാൻ ഒറ്റ സ്ഥലം മാത്രമേ ഉണ്ടാവുള്ളൂ, അത് മാതാപിതാക്കൾ തന്നെയാണ്. ഉമ്മാന്റെ ഉപ്പാന്റെ അടുത്തേക്ക് തന്നെയാണ് അവസാനം തിരിച്ചു വരിക. അഹങ്കാരമാണ്, സംഘടന മനോഭാവം. നിങ്ങൾ കണ്ടിട്ടില്ലേ, കോളേജ് കുട്ടികൾ തല്ലുകൂടുന്നത് കണ്ടാൽ ഹൃദയം ഇങ്ങനെ പതക്കും. അതുമാതിരി അടിയാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും അടിക്കുക. കയ്യിൽ കിട്ടിയത് എടുത്തിട്ട് തലക്കും അവിടെ ഇവിടെ അടിക്കാണ്, കൂട്ടത്തല്ലല്ല. എന്താ സംഭവം? ഞാനാണ് വലുത്. കാണുന്ന സിനിമകളിലെ നായകന്മാരാണ് ഓരോ ആളുകളും. എല്ലാവരും നായകന്മാരാണ്, എല്ലാവരും ഭയങ്കര സംഭവമാണ്. എന്നെ തോൽപ്പിക്കാൻ ആരുമില്ല. 2-3 മാസം ജിമ്മിനൊക്കെ പോയി മസിലൊക്കെ ഇങ്ങനെ പെരിപ്പിച്ച് ടൈറ്റുള്ള ഷർട്ടൊക്കെ ഇട്ട് ഇങ്ങനെ ഒന്ന് നടക്കുമ്പോൾ ഓം വിചാരിക്കാണ് എൻ്റെ കാലിൻ്റെ താഴെയുള്ള ഭൂമി ചെറുനാരങ്ങയാണ് അല്ലെങ്കിൽ നെല്ലിക്കയാണ്. ഇങ്ങനെ അഹങ്കാരത്തോടെ പടച്ചോന ഓർമ്മയില്ലാതെ തൻ്റെ ശരീരം എത്രയോ പരിമിതിയുള്ളതാണ്, മുടിച്ചുകൊണ്ടിരിക്കുന്ന ഗ്രാമുകൾ മാത്രം തൂക്കം വരുന്ന ഹൃദയം ഒന്ന് നിന്നാൽ താനിങ്ങനെ വിരിച്ചു നടക്കുന്ന ശരീരം അനങ്ങാൻ പോലും കഴിയാതെ പുഴുക്കൾ മമിക്കുന്ന ഒരു മാംസപിണ്ഡം മാത്രമായി മാറും എന്ന ചിന്തയൊന്നുമില്ല. അഹങ്കാരത്തോടെ ഇങ്ങനെ സംഘടന മനോഭാവത്തോടെ ആരെങ്കിലും എന്തെങ്കിലും പറയുന്നുണ്ടോ എന്ന് നോക്കി ഇങ്ങനെ നടക്കുന്ന ഒരു യുവത്വം, പ്രിയപ്പെട്ടവരെ, അതുണ്ടാക്കി കൊടുക്കുന്നത് മീഡിയകളും സിനിമകളും ഇതുപോലെയുള്ള സംഗീതങ്ങളുമാണ്. രണ്ടാമതായി നമ്മുടെ യുവാക്കൾ നശിക്കുന്നത് അശ്ലീലതകളിലൂടെയാണ്, വൃത്തികേടുകളിലൂടെയാണ്. ആ വൃത്തികേടുകൾ സപ്പോർട്ട് ചെയ്യാൻ ചില രാഷ്ട്രീയ പാർട്ടികൾ മുന്നോട്ട് വന്നിരിക്കാൻ. എന്തുമാവാം, ആണും തമ്മിലുള്ള ലൈംഗികത, പെണ്ണും തമ്മിലുള്ള ലൈംഗികത, അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിൽ തോന്നുന്നത് എന്താണോ അതെല്ലാം ചെയ്യാനുള്ള സർട്ടിഫിക്കറ്റ് നിങ്ങൾക്കുണ്ട്, അതെല്ലാം ചെയ്യാനുള്ള അംഗീകാരം നിങ്ങൾക്കുണ്ട്. നിങ്ങളുടെ മുകളിൽ ഒരു നിയന്ത്രണങ്ങളുമില്ല. ആരാണ് നിങ്ങളെ നിയന്ത്രിക്കുന്നത്? ആരാണ് നിങ്ങളുടെ ഇഷ്ടങ്ങൾക്ക് കൂച്ചുവലങ്ങിടുന്നത്? അതൊന്നും നിങ്ങൾ മൈൻഡ് ചെയ്യേണ്ട കാര്യമില്ല എന്നവരെ പറഞ്ഞു പഠിപ്പിക്കുന്ന രാഷ്ട്രീയ പാർട്ടികൾ. എന്നിട്ട് അശ്ലീലതകളിൽ നിന്ന് അശ്ലീലതകളിലേക്ക് വൃത്തികേടുകൾ കാണുന്നതും അത് പ്രചരിപ്പിക്കുന്നതും ആരോഗ്യത്തിന് നല്ലതാണ്, കെട്ടുറപ്പുള്ള സമുദായത്തിന് ആവശ്യമാണ് എന്നെല്ലാമുള്ള കാര്യങ്ങൾ നമ്മുടെ യുവാക്കളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കാൻ അവസാനം സ്വന്തം ഉമ്മയെയും പെങ്ങളെയും കണ്ടാൽ പോലും തിരിച്ചറിയാത്ത ഇരുകാലി മൃഗങ്ങളെ സൃഷ്ടിക്കുകയാണ് ഇത്തരത്തിലുള്ള പ്രവണതകളിലൂടെ ചെയ്യുന്നത്. മൂന്നാമത്തെ കാര്യം, പ്രിയപ്പെട്ടവരെ, ലഹരിയാണ്. ലഹരി കാരണം എത്രയോ മരണങ്ങൾ. പരിശുദ്ധ ഖുർആൻ പറഞ്ഞതാണ്, ഖുർആൻ ഒറ്റയടിക്ക് കള്ള് നിരോധിച്ചിട്ടില്ല, ലഹരി നിരോധിച്ചിട്ടില്ലല്ലോ. ഒന്നാമത്തെ നിരോധനത്തിന്റെ ആയത്ത് എന്താ അറിയോ? യസ്അലൂനക അനിൽ ഖംരി വൽ മൈസിർ ഖുൽ ഫീഹിമാ ഇസ്മുൻ കബീർ വമനാഫിഉ ലിന്നാസ് വഇസ്മുഹുമാ അക്ബറു മിൻ നഫഇഹിമാ. ഖുർആൻ പറഞ്ഞത് വളരെ സത്യമാണ്. അവർ നിന്നോട് കള്ളിനെ കുറിച്ച് ചോദിച്ചുകൊണ്ടിരിക്കുന്നു. ആ 2 കള്ളിൽ വലിയ ഉപദ്രവമുണ്ട് ആളുകൾക്ക്, എന്നാൽ അതിൽ ഉപകാരവുമുണ്ട്. വഇസ്മുഹുമാ അക്ബറു മിൻ നഫഇഹിമാ. പക്ഷേ അതിലെ ഉപകാരം അതിൻ്റെ ഉപദ്രവത്തെക്കാൾ എത്രയോ ചെറുതാണ്, അതിലെ ഉപദ്രവമാണ് വലുത്. നമ്മുടെ നാട്ടിലുള്ള പല സംഘടനകളും ബാറുകൾ പൂട്ടുമ്പോൾ സമരത്തിനിറങ്ങാറുണ്ട്, മദ്യനിരോധനം വരുമ്പോൾ സമരത്തിനിറങ്ങാറുണ്ട്. എന്താ പറയാറ്? അതിന് കാരണമായിട്ട് കുറേ ആളുകൾക്ക് ജോലി നഷ്ടപ്പെടും, കുറേ ആളുകൾക്ക് പണി നഷ്ടപ്പെടും, കുടുംബം നോക്കാൻ കഴിയാതാവും. ഒരു സ്ഥലത്തൊരു ബാറ് വന്നു കഴിഞ്ഞാൽ 10-20 ആളുകൾക്ക് ഒരുപക്ഷെ ജോലി ലഭിക്കുമായിരിക്കും. പക്ഷേ 100-200 കുടുംബങ്ങൾ അതുകൊണ്ട് തകരും.
100 200 കുടുംബങ്ങൾ അതുകൊണ്ട് തകരും. അതുകൊണ്ടാണ് ഖുർആൻ പറഞ്ഞത് വഇസ്മുഹുമാ അക്ബറു മിൻ നഫഇഹിമാ. അതിൻ്റെ ദൂഷ്യഫലം എന്ന് പറയുന്നത് അതിൻ്റെ ഉപകാരത്തെക്കാൾ എത്രയോ വലുതാണ്. ഘട്ടം ഘട്ടമായിട്ടാണ് ലഹരിയെ ഇസ്ലാം പൂർണ്ണമായും ഉന്മൂലനം ചെയ്തത്. ആ ഇസ്ലാമിക രീതി തന്നെ അനുവർത്തിച്ചാൽ മാത്രം മതിയാകും പ്രിയപ്പെട്ടവരെ ആ ലഹരി എന്ന മഹാ അപകടത്തിൽ നിന്ന് നമ്മുടെ നാട്ടിലെ യുവാക്കളെ രക്ഷിക്കാൻ. പ്രിയപ്പെട്ടവരെ, ഏറ്റവും അവസാനമായി പ്രധാനമായി നമ്മൾ മനസ്സിലാക്കേണ്ടത് ആ മഹാവഞ്ചകനെ കുറിച്ച്, ആ ചതിയനെ കുറിച്ച്, മനുഷ്യവംശത്തെ മുഴുവൻ നരകത്തിലേക്ക് എത്തിക്കാൻ സദാ കിണഞ്ഞ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ആ മഹാവഞ്ചകനെ കുറിച്ചുള്ളൊരു അവബോധം നമ്മുടെ യുവ മനസ്സുകളിൽ ഉണ്ടാക്കി കൊടുക്കുക എന്നതാണ്. അള്ളാഹുവിൻ്റെ ഹൃദയംഗമമായ, ഹൃദയത്തെ ഭേദിക്കുന്ന എത്രയെത്ര ചോദ്യങ്ങളാണ് പരിശുദ്ധ ഖുർആനിലുള്ളത്. സൂറത്തുൽ ഇൻഫിതാറിലൂടെ അള്ളാഹു ചോദിക്കാണ്, യാ അയ്യുഹൽ ഇൻസാൻ, അല്ലയോ മനുഷ്യരെ, മാ ഗർറക ബിറബ്ബിക്കൽ കരീം, മാന്യനായ നിന്റെ റബ്ബിനെ കുറിച്ച് എന്താണ് നിന്നെ വഞ്ചിച്ചു കളഞ്ഞത്, എന്താണ് നിന്നെ ചതിച്ചു കളഞ്ഞത്? അല്ലദീ ഖലഖക ഫസവ്വാക ഫഅദലക, ആ റബ്ബാണ് നിന്നെ സൃഷ്ടിച്ചത്, നിന്നെ ശരിപ്പെടുത്തിയത്, നിന്നെ പാകപ്പെടുത്തിയത് ആ രക്ഷിതാവാണ്. ഫീ ഐ സൂറത്തിൻ മാ ശാഅ റകബക, അവൻ ഉദ്ദേശിച്ച ഏതോ രീതിയിൽ അവൻ നിന്നെ സംവിധാനിക്കുകയും ചെയ്തിരിക്കുന്നു. കല്ലാ ബൽ തുകദ്ദിബൂന ബിദ്ദീൻ, എന്നാൽ നിങ്ങളിൽ വലിയൊരു വിഭാഗം ഈ മതത്തെ നിഷേധിച്ചു കൊണ്ടിരിക്കുകയാണ്. വഇന്ന അലൈക്കും ലഹാഫിദീൻ, എന്നാൽ അധർമ്മത്തിന്റെ തേരിലേറി സഞ്ചാരം നടത്തിക്കൊണ്ടിരിക്കുന്നവരെ നിങ്ങൾ അറിയുക, നിങ്ങളുടെ മേഖലയിൽ സംരക്ഷണം ഏർപ്പെടുത്തപ്പെട്ട ഒരു വിഭാഗത്തെ നാം നിശ്ചയിച്ചിട്ടുണ്ട്. കിറാമ കാതിബീൻ, മാന്യന്മാരായ എഴുത്തുകാരാണവർ. യഅലമൂന മാ തഫഅലൂൻ, നിങ്ങൾ പ്രവർത്തിക്കുന്നതെല്ലാം അവർ അറിഞ്ഞുകൊണ്ടിരിക്കുന്നു. രാത്രിയുടെ നിശയുടെ നിശീത നിശബ്ദതയിൽ സമൂഹത്തിന്റെ കണ്ണ് വെട്ടിച്ചുകൊണ്ട് നിങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന വൃത്തികേടുകൾ, നിങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ആഭാസങ്ങൾ, നിങ്ങൾ നടത്തിക്കൊണ്ടുന്ന അശ്ലീലതകൾ, അതെല്ലാം അവർ കൃത്യമായി രേഖപ്പെടുത്തി വെച്ചുകൊണ്ടിരിക്കുകയാണ്. വവുദിഅൽ കിതാബ് ഫതറൽ മുജ്രിമീന മുശ്ഫിഖീന മിമ്മാ ഫീഹി വയഖൂലൂന യാ വൈലതനാ മാ ലിഹാദൽ കിതാബ് ലാ യുഗാദിറു സഗീറതൻ വലാ കബീറതൻ ഇല്ലാ അഹ്സാഹാ, ചെറുതും വലുതുമായ ഒരു തെറ്റുപോലും വിട്ടുപോകാത്ത രൂപത്തിൽ അവർ മുഴുവൻ രേഖപ്പെടുത്തിക്കൊണ്ട് മാശറയിലെത്തുമ്പോൾ നിങ്ങളുടെ കൈകളിലേക്ക് ആ ഗ്രന്ഥം അങ്ങ് വെച്ചു തരുന്നതാണ്. ആ സമയത്ത് നിങ്ങൾ പറയും, മാ ലിഹാദൽ കിതാബ്, എന്തൊരത്ഭുതത്തിന്റെ ഗ്രന്ഥമാണ്, എന്തൊരത്ഭുതത്തിന്റെ ഗ്രന്ഥമാണ്. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ ഖുർആനിൽ പല സ്ഥലങ്ങളിൽ അല്ലാഹു പറയുന്നുണ്ട്, വലാ തഗുറന്നകും ബില്ലാഹിൽ ഗറൂർ, അല്ലാഹുവിനെ കുറിച്ച് ആ മഹാവഞ്ചകൻ നിങ്ങളെ വഞ്ചിക്കാതിരിക്കട്ടെ. യാ ബനി ആദം, ആദം സന്തതികളെ, ലാ യഫ്തിനന്നകുമുശ് ശൈത്താൻ, പിശാച് നിങ്ങളെ വഞ്ചിക്കാതിരിക്കട്ടെ. കമാ അഖ്റജ അബവൈകും മിനൽ ജന്ന, ഏതുപോലെ നിങ്ങളുടെ മാതാപിതാക്കളെ ചതിച്ചു വഞ്ചിച്ചുകൊണ്ട് സ്വർഗ്ഗത്തിൽ നിന്ന് അവൻ പുറത്താക്കിയതുപോലെ നിങ്ങളെയും അവൻ ചതിക്കാതിരിക്കട്ടെ, വഞ്ചിക്കാതിരിക്കട്ടെ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പറഞ്ഞു തരുന്നു. പ്രിയപ്പെട്ടവരെ, ഖുർആനിൽ ഒന്നിലധികം, രണ്ടിലധികം സ്ഥലങ്ങളിൽ ഇബ്ലീസും അല്ലാഹുവും തമ്മിൽ നടന്ന സംഭാഷണത്തെക്കുറിച്ച് നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. എന്തിനാണത്? ഒരു കഥ കേൾക്കുന്ന ലാഘവത്തിൽ അത് കേൾക്കാനല്ല, പതിയിരിക്കുന്നുണ്ട് ഓരോ സ്ഥലങ്ങളിലും നമുക്ക് വേണ്ടി അവൻ പ്രചോദനങ്ങളുടെയും പ്രലോഭനങ്ങളുടെയും രൂപത്തിൽ. അതുകൊണ്ട് ആ ഇബ്ലീസിനെ കുറിച്ചുള്ള, ആ ശൈത്താന്റെ ദുർബോധനത്തെക്കുറിച്ചുള്ള അവബോധം നമ്മുടെ യുവ ഹൃദയങ്ങളിൽ, യുവ മനസ്സുകളിൽ ഉണ്ടാക്കി കൊടുക്കുക. അതുപോലെ തന്നെ പ്രിയപ്പെട്ടവരെ, വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഞാൻ പല ഖുതുബകളിലും മുമ്പും സൂചിപ്പിച്ചതാണ്, രാവിലെയും വൈകുന്നേരവുമുള്ള അദ്കാറുകൾ നിങ്ങൾ ഒരിക്കലും പാഴാക്കരുത്. അത് വലിയ സംരക്ഷണമാണ്. ഇത്തരത്തിലുള്ള സംഘട്ടനങ്ങളിൽ നിന്നും, ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളിൽ നിന്നും നമ്മുടെ സ്വന്തത്തെയും ഹൃദയത്തെയും നിയന്ത്രിച്ച് പടച്ചവൻ കൊണ്ടുപോകും. അപകടങ്ങളിൽ നിന്ന് അല്ലാഹു നമ്മെ സംരക്ഷിക്കും. അത് തീർച്ചയാണ്. ഈ കൂട്ടത്തിലിരിക്കുന്ന ആളുകളിൽ അദ്കാർ കൃത്യമായി ചൊല്ലുന്നവരുണ്ട്. അവരോട് നിങ്ങൾ ചോദിച്ചു നോക്കുക, എന്താണ് അതിൻ്റെ ഫലം, എത്രത്തോളം ജീവിതത്തിൽ അത് സമാധാനം നൽകുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, അപകടങ്ങൾ നമ്മുടെ ചുറ്റിലും എപ്പോഴും പതിയിരിക്കുന്നുണ്ട്. ആ അപകടങ്ങളിൽ നിന്ന് നമ്മെ അല്ലാഹു സംരക്ഷിക്കണമെങ്കിൽ അദ്കാറുകൾ കൃത്യമാക്കണം. അല്ലെങ്കിൽ അപകടങ്ങളിൽ നമ്മൾ അങ്ങോട്ട് പോയി ചാടും.
ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ പോയി ഇടപെടാൻ നമുക്ക് തോന്നും. ആവശ്യമില്ലാത്ത സംസാരങ്ങൾ നടത്താൻ നമുക്ക് തോന്നും. അവസാനം അടിപിടിയാവും, കുഴപ്പാവും. ഈ വാക്ക് തർക്കത്തിൻ്റെയും സംഘടനകളുടെയും ഇടയിൽ മരിച്ചു പോവുക എന്നാൽ ഒരുപക്ഷെ നമ്മുടെ വായിൽ നിന്ന് അവസാനമായി വരുന്ന വാക്ക് വല്ല തെറിയുമായിരിക്കും. അതുകൊണ്ട് അത്തരത്തിലുള്ളൊരു മരണം, അങ്ങനെയുള്ള മരണത്തിൽ നിന്ന് അല്ലാഹുവിനോട് നമ്മൾ കാവലിനെ തേടണം. അദ്കാറുകൾ കൃത്യമായി പാലിക്കുകയും വേണം. സ്വന്തത്തെ നിയന്ത്രിക്കാൻ നമുക്ക് കഴിയണം. നമ്മെ കാത്ത് നമ്മുടെ കുടുംബമുണ്ട്, വീട്ടിൽ നമ്മുടെ മക്കളുണ്ട്, നമ്മുടെ ഭാര്യയുണ്ട്, നമ്മുടെ ഉമ്മയുണ്ട്. ആരോടെങ്കിലും എവിടെയെങ്കിലും പോയി ചെറുതായിട്ടൊന്ന് ജയിച്ചാൽ ഒന്നും നമുക്ക് കിട്ടാൻ പോകുന്നില്ല, ഒരു നേട്ടവും ഇല്ല. നേരെ മറിച്ച് കുറച്ചൊന്ന് താണുകൊടുത്ത് തോറ്റുകൊടുത്ത് വിട്ടുവീഴ്ച ചെയ്താൽ സമാധാനത്തോടെ നമ്മുടെ വീടുകൾ നമുക്ക് പ്രാപിക്കാൻ കഴിയും. നമ്മുടെ മക്കളെ നമുക്ക് അണച്ചു ചേർക്കാൻ കഴിയും. നമ്മുടെ മക്കൾ നാളെ സമൂഹത്തിൻ്റെ ഒരു ബാധ്യതയാവില്ല, കുടുംബക്കാർക്കൊരു ബാധ്യതയാവില്ല. അതുകൊണ്ട് ശ്രദ്ധിക്കുക, വിട്ടുവീഴ്ച നൽകുക, മാപ്പ് നൽകുക, ശാന്ത സ്വഭാവക്കാരാവുക, സമാധാനത്തോടെ നടക്കുന്നവരാവുക. സമാധാനത്തോടെ നടക്കുന്നവരാണ് അള്ളാഹുവിൻ്റെ ഇബാദുർ റഹ്മാൻ എന്ന് പരിശുദ്ധ ഖുർആനിൽ പടച്ചോൻ പഠിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള സ്വഭാവത്തിൻ്റെ ഉടമകളാവുക. റബ്ബ് സുബ്ഹാനഹു വ തആല അതിന് നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. നാദാ, ശാന്തിയുടെയും സമാധാനത്തിൻ്റെയും സമചിത്തതയുടെയും ആളുകളാക്കി ഞങ്ങളെ നീ പരിവർത്തിപ്പിക്കണേ റബ്ബേ. ആവശ്യമില്ലാത്ത പ്രശ്നങ്ങളിൽ പോയി തലയിട്ട് സമൂഹത്തിനും കുടുംബത്തിനും നഷ്ടമുണ്ടാക്കുന്നവരുടെ കൂട്ടത്തിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തല്ലേ നാദാ. അല്ലാഹുവേ, വഴിയരികുകളിൽ പതിഞ്ഞിരിക്കുന്ന അപകടങ്ങളിൽ നിന്ന് ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബത്തെയും നീ കാത്തു സംരക്ഷിക്കണേ നാഥ. നശിച്ചുകൊണ്ടിരിക്കുന്ന പിശാചിൻ്റെ പിടിയിൽ വീണുകൊണ്ടിരിക്കുന്ന വലയിൽ വീണുകൊണ്ടിരിക്കുന്ന യൗവനത്തെ നീ ശുദ്ധീകരിക്കണേ നാഥ. അവരെ നാടിനൊരു മുതൽക്കൂട്ടാകുന്ന വിധം നീ പരിവർത്തിപ്പിക്കണേ റബ്ബേ. അവരുടെ ഹൃദയങ്ങളിലേക്ക് ഈമാനിൻ്റെയും ധാർമ്മികതയുടെയും വെളിച്ചം നീ ഇട്ടുകൊടുക്കണേ നാഥ. മരണം വരെ നിന്നെ അനുസരിച്ച് ജീവിക്കുന്നവരുടെ കൂട്ടത്തിൽ ഞങ്ങളെയും ഞങ്ങളുടെ മാതാപിതാക്കളെയും ഞങ്ങളുടെ മക്കളെയും നീ ഉൾപ്പെടുത്തണേ നാഥ. ജീവിതത്തിൽ ഒരു നിമിഷം പോലും പിശാചിൻ്റെ ചതിയിൽ പെടുന്ന അവസ്ഥ ഞങ്ങൾക്ക് നീ ഉണ്ടാക്കല്ലേ റബ്ബേ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത്. റബ്ബനാ ളലംനാ അൻഫുസനാ വഇൻ ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ. റബ്ബനാ ആതിനാ ഫിദ് ദുനിയ ഹസനة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. وصلى الله على نبينا محمد وعلى آله وأصحابه ومن تبعهم بإحسان إلى يوم الدين.